ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത് നേരാമണ്ണം ജീവിച്ചുകൊണ്ടുണ്ടായ എന്നെ വെടിയാക്കിയ നാട്ടുകാർക്ക് ഞാൻ കൊടുത്ത ഉഗ്രം പണിയാണ്. അതായത് എൻ്റെ നാട്ടിലുള്ള കുറേ ഏച്ചിമാർ എന്നെ വേണ്ടാത്തതൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ ഭർത്താവിനെ വെച്ച് തന്നെ അവർക്ക് അണ്ണാക്കിലോട്ട് പിരിവെട്ടി കൊടുത്ത ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം, ഒട്ടും വൈകിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഒറ്റൊരു മകളായിരുന്നു. എൻ്റെ പേര് ഐശ്വര്യ. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് 4 വയസ്സുണ്ടാകുമ്പോൾ മരിച്ചുപോയി. എനിക്കൊരു 21 വയസ്സ് വരെ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നത്, അച്ഛൻ മരിച്ചതിന് ശേഷം എല്ലാവരും എന്നെ പറഞ്ഞു, എൻ്റെ 21 വയസ്സിൽ എൻ്റെ അച്ഛൻ എന്നെ വിട്ടു പോയി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റക്കായിരുന്നു. എൻ്റെ വീടെന്ന് പറയുന്നത് ഒരു രണ്ട് നിലയുള്ള ഒരു സാധാ വീടായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛനും എന്നെ വിട്ടു പോയ ടൈം എൻ്റെ അയൽവാസികളായ എൻ്റെ നാട്ടുകാർക്ക് എന്നോട് വലിയ മതിപ്പായിരുന്നു. അതായത് എന്നെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. കാരണം എല്ലാവരും പറയുന്നത്, അവളൊരു പോക്ക് കേസ്, അവളടുത്തൊന്നും പോവാൻ നിൽക്കരുത്. അതായത് ശരിക്കും പറയാലോ, ഞാൻ കാണാൻ നല്ല രീതിയിൽ നല്ല രസമുണ്ടായിരുന്നു. അതായത് എന്നെ കണ്ട ഏതാണുങ്ങളും ഒന്ന് മയങ്ങി വീയും. ഞാനാണെങ്കിൽ സാരിയെ എടുക്കാറുള്ളൂ. ഞാൻ സാരി എടുത്ത് പുറത്തേക്ക് ഞാൻ ഇടക്കിടക്കൊക്കെ യോഗയൊക്കെ ചെയ്യും. എല്ലാം പുറത്തുനിന്നായിരുന്നു. അതായത് വർക്കൗട്ടും. എനിക്കും അറിഞ്ഞത് എൻ്റെ കാര്യം നോക്കണം. അതായത് എനിക്ക് സമാധാനം വേണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും. അതായത് ഞാൻ പുറത്തുനിന്ന് വർക്കൗട്ട് ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും, ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഇടും. ഞാൻ ചില ടൈം നിക്കറൊക്കെ ഇട്ട് പുറത്തിറങ്ങും. പക്ഷെ അതൊന്നും കൈയില്ലാത്ത ഇത്ര പോലുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഇട്ട് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ അയൽവാസികളായ ചേച്ചിക്ക് ഒട്ടും തന്നെ അത് പിടിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കത് നേരാമണ്ണം ജീവിക്കുന്നുണ്ടായ എന്നെ കുറിച്ച് വേണ്ടാത്തതും ഒക്കെ തന്നെ പറയാൻ തുടങ്ങി. ഞാനാണെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇതൊക്കെ കേട്ടി കരയാറാണ്. ദൈവത്തോട് ഡെയിലി പ്രാർത്ഥിക്കും. പക്ഷെ ദൈവം പോലും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. കാരണം ഇവർക്കാണെങ്കിൽ ദിവസം കഴിയുന്നോറും എന്നോടാണെങ്കിൽ ഇഷ്ടം കുറഞ്ഞുകൊണ്ടും എന്നോട് വെറുപ്പ് കൊണ്ടും. എന്നോട് ഇഷ്ടം കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്നെക്കുറിച്ച് വേണ്ടാത്തതും ഒക്കെ തന്നെ പറഞ്ഞു പരത്തുകയാണ്. അതായത് ഇവന്മാരുടെയൊക്കെ ഹസ്ബൻഡിന് എന്നെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതായത് രാത്രി കാലങ്ങളിൽ ഞാൻ ഈ പാട്ടൊക്കെ എൻ്റെ വീട്ടിൽ പാട്ടൊക്കെ വെക്കും. പക്ഷെ ഇതൊന്നും ആർക്കും തന്നെ ഒന്നും ഇഷ്ടമുള്ളായിരുന്നില്ല. എനിക്ക് എന്നെക്കുറിച്ച് പൊട്ടായ രീതിയിൽ പറയാൻ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ 4 ആൾക്കാരെ കയറ്റുന്നു, അവിടെ വേറെ എന്തൊക്കെയോ നടക്കുന്നു എന്നൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ ചെയ്ത കാര്യം, ഞാൻ കള്ള് കുടിക്കാറുണ്ട്, അത് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഡാൻസ് കളിക്കുന്നു, നിക്കർ ഇടുന്നു, ഡ്രസ്സ് ഇടുന്നു എന്നൊന്നും പറഞ്ഞ് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ എന്താണോ ചെയ്യാത്ത കാര്യം, അതായത് എനിക്ക് ആണുങ്ങളോട് താല്പര്യം പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാവരെയും എൻ്റെ അച്ഛനെ പോലെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വരുന്ന വിവാഹം പോലും ഞാൻ മുടക്കാറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പിറകിൽ ടാറ്റു അടിച്ചു. ടാറ്റു അടിക്കുന്നത് എനിക്ക് മാത്രം കാണാനല്ലല്ലോ, 4 ആൾ കാണണം. അതുകൊണ്ട് തന്നെ ഞാൻ ടാറ്റു കാണുന്ന രീതിയിലായിരുന്നു ഡ്രസ്സൊക്കെ ധരിക്കാറുണ്ടായിരുന്നത്. ടാറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ അടിക്കുന്നത് നമുക്ക് മാത്രം ഡ്രസ്സ് മാറ്റുമ്പോൾ കാണാനുള്ളതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അടിച്ചു, എൻ്റെ പൈസ ചെലവാക്കി. അപ്പം എന്തായാലും അത് 4 ആൾക്കാർ കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലുള്ള ഡ്രസ്സ് ഇടുന്നത്. പക്ഷേ എൻ്റെ നാട്ടിലുള്ള ചൊറിച്ചി അമ്മച്ചികൾക്ക് അതൊന്നും പിടിക്കാറുണ്ടായിരുന്നില്ല. അമ്മച്ചികളല്ല, എൻ്റെ പ്രായത്തിലുള്ളവർക്കായാലും എല്ലാവർക്കും. ആ ചേച്ചിക്ക് അറിയുന്നത് എൻ്റെ പ്രായത്തിലുള്ള മകളുണ്ട്. എന്നിട്ട് പോലും എന്നോട് ഭയങ്കര ഇതായിരുന്നു. അതായത് ഹസ്ബൻഡിനോടും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനോടും അവരെ കുടുംബക്കാരോടും ഒക്കെ തന്നെ എന്നെ നല്ല രീതിയിൽ എങ്ങനെയാണോ അവർക്ക് ഉപദ്രവിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള രീതിയിലൊക്കെ എന്നെ നല്ല രീതിയിൽ അവർ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം സഹിച്ചു. എൻ്റെ അച്ഛനമ്മയ്ക്കും വേണ്ടി എനിക്ക് എൻ്റെ അച്ഛനമ്മയും ഒക്കെ തന്നെ മറക്കണം. എൻ്റെ ജീവിതം ശരിയാവണമെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പാടുപെട്ടേ പറ്റും. അതായത് കള്ളുകുടിയും ഡാൻസും പാട്ടും ചെറിയ ഡ്രസ്സിട്ടുള്ള നടത്തവും ഒക്കെ തന്നെ എനിക്ക് വേണം. അങ്ങനെ എന്നെക്കുറിച്ച് വേണ്ടാത്ത പറയുന്ന ആൻറ്റിമാരോട് ഞാൻ കയ്യിന്നത്ര തർക്കിക്കാൻ പോയി. പക്ഷെ എന്നിട്ടും ഒരു ഉപകാരമില്ല. എൻ്റെ നാവ് ചീത്തയാവുന്നല്ലാതെ വേറൊരു ഇതും എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഇവർക്കിട്ട് നല്ല പണി കൊടുക്കാം. എന്താന്ന് വെച്ചാൽ ഞാൻ ഇത്ര നല്ല രീതിയിൽ ഇതായിട്ടും ഇവർ എന്നെ കുറിച്ച് വേണ്ടാത്തത് പറയുന്നതല്ലേ. അപ്പോൾ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. ഇവർ എന്താണോ എന്നെ കുറിച്ച് അതായത് ഇല്ലാത്ത രീതിയിൽ പറയുന്നത്, അതായത് ഇവളൊരുവരുടെ കൂടെ പോയരുത്, ഇവളെ ഒന്ന് നോക്ക് പോലും ചെയ്യരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആണുങ്ങളെ വശീകരിക്കുന്ന ഒരു പെണ്ണാണ് എന്നൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു നടന്നു. പക്ഷെ എന്തായാലും ഇവര് പറഞ്ഞു നടക്കുന്നുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി
ഇതിൽ നിന്നും നല്ല രീതിയിൽ ക്യാഷും ഒക്കെ തന്നെ ഞാൻ അതിൻ്റെ 10 ഇരട്ടി എനിക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും പെണ്ണുങ്ങൾ എന്നെക്കുറിച്ച് ഇതുപോലുള്ളതൊക്കെ വേണ്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ നാട്ടിലും വീട്ടിലും കുടുംബക്കാരോടും എൻ്റെ ഫ്രണ്ട്സുകളോടും എൻ്റെ ആൺ സുഹൃത്തുക്കളോടും ഒക്കെ തന്നെ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ വിട്ടുവിടല്ലോ. എനിക്ക് ഇവരായിട്ട് തന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി പോലെയാണ് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇവരുടെ ഹസ്ബൻഡിന് തന്നെ എന്നെ നോട്ടമുണ്ടെന്ന് ഇവർ തന്നെ എന്നോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ആദ്യം തുടങ്ങിയ ഈ തള്ളച്ചിയുടെ ഹസ്ബൻഡിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഉണ്ടായ ഞാൻ ആദ്യം തന്നെ അവളുടെ ഹസ്ബൻഡിന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ആദ്യം തന്നെ FBയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്. അദ്ദേഹം എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫോട്ടോസിനൊക്കെ ലൈക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടെയുള്ള എൻ്റെ സ്ഥലത്തിൻ്റെ പേരിട്ട് അവിടെയുള്ള ടാറ്റു എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നുള്ള കമൻറ്റ് കൂടെ ഞാൻ കണ്ടു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇയാൾ വളഞ്ഞു കിട്ടിയത് തന്നെ, ഇയാളെ വെച്ച് തന്നെ ഇവൾക്ക് ഒരു പണി കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരു 6 മാസം വരെ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ മെസ്സേജും നല്ല രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തു. എൻ്റെ ആഗ്രഹം ഇയാളെ കിട്ടുക മാത്രമല്ല, ഇയാളെ എനിക്ക് കിട്ടി എന്നുള്ളത് ഇയാളുടെ പെമ്പർനൊറ്റി അറിയണം കൂടെ ചെയ്യണം. അതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ 6 മാസം വരെ മെസ്സേജ് അയച്ചു. പക്ഷേ ഈ പൊട്ടിപ്പെണ്ണിനാണെങ്കിൽ ഇതൊന്നും കണ്ടുപിടിക്കാനുള്ള ശേഷിയില്ല. അദ്ദേഹം രാവിലെ പുറത്തു നിന്നായിരുന്നു പല്ലേക്കാറുണ്ടായിരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചിരിക്കും കളിക്കും ഒക്കെ തന്നെ ചെയ്തു. പിന്നീട് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇദ്ദേഹത്തിനെ വിളിച്ച് കേട്ടിട്ട് തന്നെ കാര്യം. അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടി, അതായത് എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് നടന്ന ജനങ്ങളുടെ സ്വന്തം ഭർത്താവിനെ വെച്ച് തന്നെ അങ്ങനെ ഞാൻ കുറേ രീതിയിൽ പണിയെടുത്തു, ക്യാഷ് ഉണ്ടാക്കി. മാത്രമല്ല അവരുടെ ഓരോ ഭാര്യമാർക്കും ഇവരുടെ ഭർത്താവ് എൻ്റെ കൂടെ വന്നതും ഫോട്ടോസും ഒക്കെ തന്നെ ഞാൻ അയച്ചു കൊടുത്തു. അതായത് ഫോട്ടോസും ഒക്കെ തന്നെ ഞാൻ ഇവർക്ക് ഷെയർ ചെയ്തു. ഇവരുടെ കണ്ണീരൊക്കെ കുടിച്ച് ഞാനും കുറച്ച് ആസ്വദിച്ചു. എൻ്റെ കണ്ണീര് കുറേ കുടിച്ചതല്ല, ഞാൻ കഴിയുന്നത്ര മനുഷ്യത്വം ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൺട്രോള് പോയ ഉടനെ ഞാൻ അവരുടെ കൺട്രോള് എന്നെക്കാട്ടും കൂടുതൽ അവരുടെ കൺട്രോൾ ഞാൻ പോയിപ്പിച്ചു. ഭർത്താവിനെ നോറ്റിക്ക് ഒറ്റ രീതിയിൽ, അതായത് ഒറ്റക്ക് കാണുന്ന രീതിയിൽ ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ ആരും തന്നെ അപ്പുറം ഇപ്പുറം പോയി പറയൂല, കാരണം എൻ്റെ ഭർത്താവ് അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്യാഷും പിന്നെ ഇവര് പറഞ്ഞ ഒരിത് ഞാനൊരു ഫ്ലെക്സ് ആക്കി തന്നെ മാറ്റി. അതായത് ഞാൻ അങ്ങനെ ക്യാഷ് വാങ്ങി ജീവിക്കുന്നവളായി. എന്തായാലും ഇവള് പറഞ്ഞു നടക്കും, എന്തായാലും ഇവൾമാരൊക്കെ എന്നെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞു നടക്കുന്നതല്ലേ. അപ്പൊ ഇനി അത് സത്യമായില്ലെങ്കിലും സത്യമായെങ്കിലും എനിക്കെന്താ, എനിക്കിങ്ങനെ ഒരു പേരുണ്ട്. പക്ഷെ ആർക്കും തന്നെ അത് ഉറപ്പായിരുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഉറപ്പാക്കി കൊടുത്തു. അങ്ങനെ പോലീസും കേസും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും എന്നെ പൂട്ടിക്കിട്ടാനായില്ല. ഇപ്പോഴും ഞാനത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി എന്നെ കുറിച്ച് കുറ്റം പറയുന്ന അവരുടെ ഭർത്താവിനെ വെച്ചായിരിക്കും ഞാൻ വീണ്ടും കളിക്കാം. അപ്പോൾ ഇതൊരു കഥ മാത്രമാണ്, സാങ്കല്പിക കഥ മാത്രമാണ്, എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോസിന് വേണ്ടി ഒരു കണ്ടന്റ് മാത്രമാണ്. അപ്പോൾ ഇതുപോലുള്ള കഥകൾ വീണ്ടും നിങ്ങൾക്ക് പച്ചയ്ക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ ഇവിടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് 500 രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് ഞാനൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിൽ ഇതുപോലുള്ള കഥകൾ പച്ചയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ, വീഡിയോസ്, ഗേൾസ് ചാറ്റിങ്, ഇതുപോലുള്ള കഥകൾ പച്ചയ്ക്ക്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, മെമ്പർഷിപ്പിൽ അടിപൊളി വീഡിയോസ് ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും മെമ്പർഷിപ്പിന് താല്പര്യമുള്ളവർ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.